എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കികസാത്മജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മല മണിലസത്കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അമ്മാറു ഭക്തിയ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരമാശയും ഇല്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ഇവിടെ ആ ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിലുണ്ടായ സംവാദത്തെ പറയാം. എപ്പോഴാണ് നടന്നത്? യുദ്ധമൊക്കെ കഴിഞ്ഞ് രാവണനെയൊക്കെ നിഗ്രഹിച്ച സീതാദേവിയെ കൊണ്ടുവന്ന് ഭഗവാൻ അയോധ്യയിലെ ആ രാജാവായിരിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ, പണ്ട് ആ ജഗത്തിന് നായകനായിട്ടുള്ള രാമദേവൻ ശ്രീരാമൻ പങ്കജവിലോചനൻ, പങ്കം ചളി, പങ്കജം പങ്കത്തിൽ ചെളിയിൽ നിന്ന് ജനിക്കുന്നത് താമര. എന്ത് വേണമെങ്കിൽ ചെളിയിൽ നിന്നുണ്ടാവാം, പക്ഷെ പങ്കജം എന്നുള്ള വാക്കിന് താമര എന്നർത്ഥം. വിലോചനൻ താമരയിതളിൻ്റെ പോലെയുള്ള നല്ല കണ്ണുകളോട് കൂടിയവൻ. പരമാനന്ദമൂർത്തി പരമാനന്ദം സ്വരൂപമായവൻ. ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു. ദേവകണ്ഠകൻ ദേവന്മാരെ ദ്രോഹിക്കുന്ന, ദേവന്മാർക്ക് മുള്ളായിട്ടുള്ള, ദേവന്മാരെ ദുരിതത്തിലാക്കിയ ആ പങ്ക്തികണ്ഠൻ. പങ്ക്തികണ്ഠൻ എന്ന് പറഞ്ഞാൽ രാവണൻ. പങ്ക്തി കൂട്ടം, കണ്ഠം കഴുത്ത്, നിരനിരയായിട്ടുള്ള കഴുത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ രാവണൻ, 10 തലയുള്ള രാവണൻ. പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി. ദേവി സീതാദേവി, സീതാദേവിയും അനുജൻ ലക്ഷ്മണനുമായിട്ട് വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്കഭിഷേകവും ചെയ്തു. വേഗത്തില് അയോധ്യയിൽ വന്നു, അഭിഷേകം ചെയ്തു, തിരിച്ചു വന്നു. സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ. സത്താമാത്രാത്മാ, സത്സ്വരൂപമായിട്ടിരിക്കുന്നവൻ, അങ്ങനെയുള്ള ഭഗവാൻ, സത്തായിരിക്കുന്ന ഭഗവാൻ സകലേശൻ, എല്ലാറ്റിൻ്റെയും ഈശനാണ്. അവ്യയൻ, നാശമില്ലാത്തവൻ, ഏറ്റക്കുറച്ചിലില്ലാത്തവനാണ്, വ്യയം ചെയ്യാൻ പറ്റാത്തവൻ. അങ്ങനെയുള്ള നാഥൻ, എല്ലാവരുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും, മിത്രങ്ങൾ കൂട്ടുകാര്, പുത്രൻ മക്കള് തുടങ്ങിയ ആളുകൾ, മിത്രവർഗം കൂട്ടുകാരും അവരുടെ ആളുകളും ഒക്കെ അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും, വളരെ ഉത്തമന്മാരായിട്ടുള്ള സഹോദര വീരന്മാര്, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ തുടങ്ങിയ ആൾക്കാരാലും, കീകസാത്മജസുതനാം വിഭീഷണനാലും. കീകസാത്മജ കൈകസിയുടെ സുതനൻ, മകനായിട്ടുള്ള വിഭീഷണനാലും, രാവണന്റെ സഹോദരനായ വിഭീഷണൻ അയോധ്യയിൽ വന്നിട്ടുണ്ട്. വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും. ലോകേശൻ ബ്രഹ്മാവ്, ലോകേശാത്മജൻ വസിഷ്ഠൻ. ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി, സേവിക്കപ്പെട്ടു. സൂര്യകോടി തുല്യ തേജസ, കോടി സൂര്യന്റെ തേജസ്സോടുകൂടി. ജഗത് ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. ജഗത്ത് ശ്രാവ്യം, ലോകം മുഴുവൻ കേൾക്കേണ്ടതായ ചരിതം,
ജഗത് ശ്രാവ്യം, ചില പുസ്തകങ്ങളിൽ ചില ശ്രാവ്യം എന്ന് കാണാം, ജഗത്ത് ശ്രാവ്യം എന്നാണ്. ലോകം കേൾക്കേണ്ടതായ ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു. ആ തൻ്റെ ആ ചരിതത്തെ പാടുന്നതൊക്കെ കേട്ട് ആനന്ദിച്ച് നിർമ്മലമണില സത്കാഞ്ചന സിംഹാസനെ, നിർമ്മലം മലമില്ലാത്ത അഴുക്കില്ലാത്തതായ മണി രത്നം, ലസത് വിളങ്ങുന്നതായ ആ നല്ല രത്നങ്ങൾ വിളങ്ങുന്നതായ കാഞ്ചന സിംഹാസനെ, സ്വർണ്ണ സിംഹാസനത്തിൽ തൻ മായാദേവിയായ ജാനകിയോടും കൂടി, തൻ്റെ മായാദേവിയായ ജാനകി സീതയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം, വളരെ ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് പരമാനന്ദമൂർത്തി, ഭഗവാൻ ആരാണ്? പരമമായ ആനന്ദസ്വരൂപനാണ്. തിരുമുമ്പിൽ അമ്മാറ്, തൻ്റെ മുൻപിൽ അമ്മാറ് അപ്രകാരം ഭക്തിയോടുകൂടി വന്ദിച്ചു നിൽക്കുന്ന വണങ്ങി നിൽക്കുന്നതായ ഭക്തനാം ജഗത് പ്രാണനന്ദനൻ, ജഗത് പ്രാണൻ വായു, ജഗത് പ്രാണനന്ദനൻ വായുവിൻ്റെ മകൻ, ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു, തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഒന്ന് കടാക്ഷിച്ചിട്ട് കരുണമൂർത്തിയായ ഭഗവാൻ മന്ദഹാസവും പൂണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സീതയോടരുൾ ചെയ്തു, സീതയോട് പറഞ്ഞു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, ഹനുമാനെ നീ കണ്ടില്ലേ? നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ, എന്നിലും നിന്നിലും ഈ ഹനുമാനുണ്ട്. അവനാണെങ്കിലോ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, അവന് നിന്നിലും ഭക്തിയുണ്ട്, എന്നിലും ഭക്തിയുണ്ട്, എല്ലാ നേരവും ഒരു ഭേദവുമില്ലാത്ത ഭക്തിയുണ്ട്. അങ്ങനെയുള്ള തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ, അങ്ങനെ ഭക്തനായുള്ള ഹനുമാനെ നീ കണ്ടില്ലേ? ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ. ധന്യേ, ഭാഗ്യം ചെയ്തവളെ, സന്തതം എല്ലായ്പ്പോഴും പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ്, പരമാത്മജ്ഞാനം ഒഴിഞ്ഞ് വേറൊന്നും വേണ്ട, ഒന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ. ആർക്ക്? ഹനുമാന്. ഹനുമാന് പരമാത്മജ്ഞാനം മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇന്നിവൻ പാത്രമത്തേ, ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമാണ്, പാത്രം യോഗ്യനാണ്. ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. നിർമ്മമൻ, മമത ഇല്ലാത്തവനാണ്, എൻ്റെ എന്ന് വിചാരമില്ലാത്തവനാണ്. നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ, ബ്രഹ്മചാരികളിലെ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ആളാണ്. കൽമഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും, ഇവന് കൽമഷം ദോഷങ്ങളൊന്നുമില്ല, പാപങ്ങളൊന്നുമില്ല എന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. തന്മനോദരം, അവിടെ വേണ്ടതായ അവൻ്റെ ആ മനസ്സിലിരിപ്പ്, അവന് വേണ്ടതായ കാര്യത്തെ, മനോരഥത്തെ നീ നൽകണം. അല്ലെങ്കിൽ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ഇവന് നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ, എൻ്റെ തത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും തത്വത്തെ നിനക്ക് അറിയിക്കണം, അവനറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ചിന്മയേ ചിത് മയമായിട്ടുള്ളവൻ, ചൈതന്യ സ്വരൂപമായവളെ, ജഗന്മയെ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളെ, സന്മയെ സത്തുമയമായവളെ, ഉണ്മയായിരിക്കുന്നവളെ, മായാമയേ മായയായിട്ട് നിറഞ്ഞിരിക്കുന്നവളെ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മോപദേശത്തിന് വളരെ ദുർലഭമായ യോഗ്യതയുള്ളവനാണ് ഇവൻ, എല്ലാവർക്കും അതുണ്ടാവില്ല. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ, ബ്രഹ്മജ്ഞാനത്തെ അർത്ഥിക്കുന്നവരിൽ ഉത്തമോത്തമനടോ, ഉത്തമന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഇവൻ ആ ബ്രഹ്മോപദേശത്തെ, നമ്മുടെ തത്വത്തെ ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറയാം. ഇനി ഇതിനെയാണ് തുടർന്ന് ഭഗവാന്റെ വാക്ക് കേട്ട് സീതാദേവി ഹനുമാന് ഉപദേശിക്കുന്നത്, പിന്നീട് ഭഗവാൻ ഉപദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ.